Hi guys, welcome back to my YouTube channel. കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് അത്യാവശ്യം ഒരു നല്ല വെയിലും തെളിവുമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? മഴയൊക്കെ കുറഞ്ഞോ അതോ ഇപ്പോഴും നല്ല മഴയൊക്കെ ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. മഴയൊക്കെ ഒന്ന് ഇത്തിരി കുറഞ്ഞ് വെയിലൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊന്ന് ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്യാം. മഴക്കാലമായി കഴിഞ്ഞാൽ പൊതുവേ തല നനയ്ക്കുന്നത് വളരെ കുറവാണ്. കാരണം എൻ്റെ മുടി ഉണങ്ങാനായിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ആഴ്ചയിൽ 2-3 തവണയാണ് മാക്സിമം മഴക്കാലത്ത് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അതും നല്ല മഴയൊക്കെ ആണെങ്കിൽ അതിലും കുറയും കേട്ടോ. പിന്നെ എന്തായാലും വെയിലുണ്ട് എന്നാൽ നല്ല പോലെ ഒന്ന് ഓയിലൊക്കെ പുരട്ടി കുറച്ച് സമയമെടുത്ത് വിശദമായിട്ടൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം മുടി നന്നായിട്ട് ചീകി ജടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം 2 സൈഡിലേക്ക് ഇങ്ങനെ ഇടും കേട്ടോ. എന്നിട്ട് ഒരു സൈഡിൽ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കും. എന്നാലാണ് എനിക്ക് ഓയിലിടാനായിട്ട് കുറച്ച് എളുപ്പം. അല്ലെങ്കിൽ ഈ മുടിയെല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോഴത്തേനും എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം നന്നായിട്ട് നമ്മളിന്ന് ഓയിൽ ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യമായിട്ട് ഓയിൽ ചെയ്യുന്നുള്ളത് കൊണ്ട് ഓരോ ചെറിയ ചെറിയ സെക്ഷൻസാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ തന്നെ വീട്ടിൽ കാച്ചിയ എണ്ണയാണ് കേട്ടോ. കറിവേപ്പിലയും സവോളയും ഉലുവയും കൂടെ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലിൽ കാച്ചിയെടുത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഹെയറിൽ യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഒരേ എണ്ണ തന്നെയല്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേനും ഹെയർ ഓയിലൊക്കെ മാറ്റാറുണ്ട്. ഒരേ എണ്ണ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് അത്ര അങ്ങോട്ട് ബെനിഫിറ്റ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഇതുപോലെ നമ്മൾ എണ്ണ കാച്ചിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എണ്ണ മാറ്റി യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ മുടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ എണ്ണ മാറ്റി യൂസ് ചെയ്യുന്ന സമയത്ത്. ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിരുന്നിട്ടാണ് കേട്ടോ അവൾ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോയത്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 7th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മുടിയൊക്കെ കുറച്ച് നീട്ടി തുടങ്ങി. അതുവരെ ഷോൾഡർ ലെങ്തിലായിരുന്നു മുടി ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മുടി നോക്കുന്നതും എല്ലാം അമ്മയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛയുടെ വീട്ടിൽ എല്ലാവർക്കും നിറയെ മുടിയുണ്ട്. അപ്പം ഈ ലെങ്തൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാതെ മുടി കുറേ പോയിട്ടുണ്ട്. ഈ കാണുന്ന നീളം മാത്രമേ ഉള്ളൂ, ഉള്ളില്ല മുടിക്ക്, അതാണ് പ്രശ്നം. അപ്പം കുഞ്ഞാറ്റം ഉണ്ടായതിന് ശേഷം പൊതുവേ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് വളരെ കുറവാണ് കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അവൾ കൂടുതലും ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ മുതൽ കാണുന്നതല്ലേ, പറയാതെ തന്നെ അവളുടെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാവേ. ഞാനപ്പോൾ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഹെയർ വാഷ് ചെയ്യുള്ളൂ. മുടിയിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അവളെ ഒന്ന് മേല് കഴിക്കാമെന്ന് വിചാരിച്ച് മുടിയൊക്കെ ഒന്ന് ചേകി പൊക്കി കെട്ടി വെക്കുകയാണെങ്കിൽ മുടിയെല്ലാം നനയ്ക്കുള്ളൂ. ജലദോഷം ആയതുകൊണ്ട് നമ്മൾ തല കഴുകുന്നില്ല, മേല് മാത്രം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ ഫിക്സിൻ്റെ മെഡിസിൻസൊക്കെ കഴിക്കുന്നത് കൊണ്ട് മുടി ഉണ്ടാകുന്നത് വളരെ കുറവാണ് കേട്ടോ. വളരെ സ്ലോ ആയിട്ടാണ് മുടി ഉണ്ടാകുന്നത്. തലയിലുള്ള മുടിയാണെങ്കിലും ഭയങ്കരമായിട്ട് ഊരിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ ആൾക്ക്. ആ മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണത്. അപ്പോൾ ആളെ ഒന്ന് വേഗം കുളിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് എന്താ, മുടിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കെട്ടി വയ്ക്കുക, ഒരു കുഞ്ഞ് പൊട്ട് തൊടുക, ഇതൊക്കെ തന്നെ ഉള്ളൂ അവളുടെ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൾക്കും ഈ പറഞ്ഞ സ്കിന്നിലധികം പ്രോഡക്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് അവളുടേത്. കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് അവളെ ഹെൽത്തി ആയിട്ട് നമുക്ക് വെച്ചിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ആളുടെ സിമ്പിൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ലോറിയൽ പാരിസിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഡവിൻ്റെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെയർ ഓയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ
ഷാമ്പുവും കണ്ടീഷണറും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ ഹെയറിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും സെൽഫ് കെയർ ഡേ ആണ്, എന്നാൽ പിന്നെ ഒരു ഫേസ് സ്ക്രബും കൂടെ ആകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് കുളിച്ചത്. ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയാം. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. എന്തായാലും ഇത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.